ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പുവടയാണ്. ആ പരിപ്പുവടയ്ക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. പരിപ്പ് കുതിർത്തത് 1 മണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർക്കുക. അത് കോരി വെച്ചതാണ് ഈ പരിപ്പ്. അതിന് ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് ഇഞ്ചി, കരിവേപ്പില, 2 പത്തലമുളക് നമ്മൾ നുറുക്കിയിടണം. പിന്നെ അതിന് ചേർക്കും കായം, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ്. ഇനി ഇത് നമ്മൾ അരച്ചുകൊണ്ട് വരും. പരിപ്പരയ്ക്കണ്ടേ? പരിപ്പരച്ചുകൊണ്ട് പരിപ്പ് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ പരിപ്പ് അരച്ചുകൊണ്ട് വന്നു. അതിനകത്ത് ചേർക്കാനുള്ളത് നമ്മൾ ബാക്കിയെല്ലാം ചേർത്തു. ഇനി കായം കൂടെ ഇടാം. കായം കൂടെ ഇട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റണം. മാറ്റിയിട്ട് ഇതുപോലെ ഇളക്കണം. അടുപ്പ് കത്തിക്കുക, ചട്ടി വെക്കണം. ചട്ടി ചൂടാകട്ടെ. ചട്ടി ചൂടാകുമ്പോഴത്തേന് നമ്മളിത് ഇളക്കി നല്ലപോലെ വെച്ചിരിക്കുന്ന ഈ പരിപ്പ് അങ്ങോട്ട് അരച്ചത് ഉരുട്ടി അങ്ങോട്ട് വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് എണ്ണയ്ക്കകത്ത് ഇടാൻ. ഇച്ചിരി മൂത്തതായിട്ട് വേണേലും ഉണ്ടാക്കാം. നമുക്ക് ചീനച്ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ നമുക്ക് ഒരു രുചി കിട്ടുന്നത്. ഞങ്ങൾ ഈ ഉണ്ടാക്കുന്നത് എല്ലാവരും കാണണം കേട്ടോ. അതൊക്കെ അങ്ങോട്ട് ഇടാം. നമ്മൾ പരിപ്പുവട എണ്ണയ്ക്കകത്തിട്ടിരിക്കുകയാണ്. മൂത്ത് പതുക്കെ ഒന്ന് നമ്മൾ ഉപ്പൊന്നും ഇതാകല്ലേ, പതുക്കെ ഒന്ന് ഇതാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഒഴിഞ്ഞു പോകും. മറിച്ചിടുക. നമുക്കൊന്ന് നോക്കണ്ടേ, ചെറുതായിട്ട് അങ്ങോട്ടൊന്ന്
ഒത്തിരി ഇതാകാതെ പതുക്കെ നമ്മളൊന്ന് ഇടിച്ചിട്ട് വെക്കുക. ഇത് നമുക്ക് എടുക്കാറായി. നമ്മൾ പരിപ്പുവട നമ്മുടെ മൂത്തിരിക്കുകയാണ്. നല്ലപോലെ മൂത്ത് നമുക്ക് പരിപ്പുവട ഇങ്ങോട്ട് എടുക്കാം. പരിപ്പുവട കോരി എടുക്കുവാണ്. എല്ലാവരും ഈ പരിപ്പുവട കാണണം, ഉണ്ടാക്കണം.